പൂക്കൾ ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. വാക്കുകൾ വിത്തായി വിളയിക്കുവാൻ വേണം വിദ്യാലയം, പൊതുവിദ്യാലയം. ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പ് ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? 5 മുതൽ +2 വരെയുള്ള എല്ലാ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പിൽ. ഇതു പാഠശാല, ഇതു ധർമ്മശാല. എല്ലാവർക്കും ചാപ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിത്ത്, ഞാൻ ഫിസിക്സ് ആണ് എടുക്കുന്നത്. നമ്മുടെ +1 ടെക്സ്റ്റിൽ ആകെ 15 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ക്ലാസ് എടുക്കുന്ന 3ാമത്തെ ചാപ്റ്ററാണ്. 3ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് മോഷൻ എലോങ് എ സ്ട്രൈറ്റ് ലൈൻ, അല്ലെങ്കിൽ നമുക്ക് മോഷൻ ഇൻ 1 ഡയമെൻഷൻ എന്നും പറയാം. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചലനത്തെ കുറിച്ചും ചലനവുമായി ബന്ധപ്പെട്ട കുറെ ടേമുകളെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ, അത് നമുക്ക് ചാപ്റ്ററിന്റെ ഹെഡിങ്ങിലേക്ക് വരാം. എന്താ? മോഷൻ എലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മോഷൻ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചലനാവസ്ഥ എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. ചലനാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഈ ഡസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ, ഇത് ഞാൻ ബോർഡിൽ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. ഒരു അല്പസമയം കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തോ കാണാൻ പറ്റും? ഈ ഡസ്റ്റർ ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം അല്ലെ? ഞാൻ മൂവ് ചെയ്യുവാണ് കേട്ടോ, മൂവ് ചെയ്തു. അതിനർത്ഥം എന്താണ്? ആ ഡസ്റ്ററിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു അല്ലെ? ആ ഡസ്റ്ററിന്റെ എന്ത് ചേഞ്ച് ചെയ്തു? സ്ഥാനം ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്തു. എന്തിനനുസരിച്ച് ആ പൊസിഷൻ ചേഞ്ച് ചെയ്തത്? സമയത്തിനനുസരിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എ ബോഡി, ഒരു വസ്തു, ചേഞ്ചസ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് മോഷൻ, ഈസ് അണ്ടർഗോസ് മോഷൻ. എന്താ? ഒരു വസ്തു സമയത്തിനനുസരിച്ച് അതിന്റെ സ്ഥാനം മാറുകയാണെങ്കിൽ നമുക്ക് പറയാം ആ വസ്തു എന്താ? ചലനാവസ്ഥയിലാണ്. അണ്ടർഗോസ് എന്താണ്? മോഷനാണ്. ഓക്കെ ആണല്ലോ. ഇനി മോഷന് നേരെ ഓപ്പോസിറ്റ് ആണ് റെസ്റ്റ്. അപ്പോൾ എന്തായിരിക്കും റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എ ബോഡി കനോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഒരു വസ്തു സമയത്തിനനുസരിച്ച് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ആ വസ്തു റെസ്റ്റിലായിരിക്കും. ഇപ്പൊ ഏതൊരു വസ്തു എടുത്താലും സമയത്തിനനുസരിച്ച് സ്ഥാനം മാറുകയാണെങ്കിൽ ആ സ്റ്റേറ്റിലായിരിക്കും, മോഷനായിരിക്കും. സമയത്തിനനുസരിച്ച് സ്ഥാനം മാറിയില്ലെങ്കിലോ ആ വസ്തു റെസ്റ്റിലായിരിക്കും. അപ്പൊ ആ 2 കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇനി പ്രധാനമായി നമുക്ക് 3 തരത്തിൽ വസ്തുക്കളുടെ മോഷൻ പോകാം. ഒന്നെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകാം, നേർരേഖയിൽ പോകാം അല്ലെ? ഇപ്പൊ ഉറുമ്പ് പോകുന്നു. ഉറുമ്പ് എങ്ങനെയാ പോകുന്നത്? നേർരേഖയിൽ കൂടിയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള മോഷനെ നമ്മൾ പറയും മോഷൻ എലോങ് 1 ഡയമെൻഷൻ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ അതിനെ തന്നെ വിളിക്കുന്ന പേരാണ് മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയും. അപ്പൊ അതെങ്ങനെയാ പോകുന്നത്? നേർരേഖയിൽ കൂടിയാണ്. നമുക്ക് എന്ത് പറയാം? 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാം. നേർരേഖയുള്ള ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേര് എന്തുവാ? 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്താ? മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. 1D എന്നാണ് നമ്മൾ അതിനെ കാണിക്കുന്നത്. കണ്ടോ? റോഡിൽ കൂടെ ഒരു വാഹനം പോകുന്നു, ആ 1 ഡയമെൻഷൻ ആണോ? അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താ? 2 ഉപയോഗിക്കുന്നുണ്ട്. എക്സും ഉപയോഗിക്കുന്നുണ്ട്, വൈയും ഉപയോഗിക്കുന്നുണ്ട്. 2 പ്ലെയിനുകളാണ്. എക്സും ഉണ്ട്,
വൈയും ഉണ്ട് അല്ലെ, രണ്ട് ആക്സിസുകൾ നമ്മളോട് ഉപയോഗിക്കുന്നുണ്ട്. അത്തരം ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയും. അത് മോഷൻ അല്ലെങ്കിൽ പ്ലെയിൻ ആണ്. ഒരു പ്ലെയിനിൽ കൂടെയുള്ള ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയും. പിന്നെ ആകാശത്തൂടെ ഒരു ബട്ടർഫ്ലൈ പോകുന്നു, ഒരു പ്ലെയിൻ പോകുന്നു, അവിടെയൊക്കെ 3 ആക്സിസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എക്സ്, വൈ, ഇസഡ്. നമ്മളവിടെ എത്ര ആക്സിസ് ഉപയോഗിക്കുന്നു? 3 ആക്സിസുകൾ ഉപയോഗിക്കുന്നു. ഇത്തരം ചലനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് 3 ഡയമെൻഷൻ മോഷൻ അല്ലെങ്കിൽ 3D എന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനമായും ചലനത്തെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. 1 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ട്. നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് 1 ഡയമെൻഷണൽ മോഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? ശരി. ഇനി നമുക്ക് ഇതിനകത്ത് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റെഫറൻസ് ബോഡി അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കൊച്ചു ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യം തന്നെയാണ്. നാം ഒരു വസ്തുവിന്റെ ചലനം പറയുന്നെങ്കിൽ നമ്മൾ മറ്റൊന്നിനെ റെസ്പെക്ട് ചെയ്താണ് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മളെല്ലാം ബസ്സിലെ യാത്രക്കാരെ, ഡ്രൈവർ ബസ് ഓടിക്കുന്നു, ആ ഡ്രൈവറെ വെച്ച് നോക്കുമ്പോൾ നമ്മളാരും എന്ത് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. ഡ്രൈവർ എപ്പോഴും നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ സീറ്റിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ അടുത്തിരിക്കുന്ന യാത്രക്കാർ നമ്മുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്, അവരും എന്ത് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. എന്നാൽ വെളിയിൽ നിൽക്കുന്ന ഒരാളെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് ഏതൊരു വസ്തു എടുത്താലും അതിന്റെ ചലനാവസ്ഥ മറ്റൊരു വസ്തുവുമായി അടിസ്ഥാനപ്പെടുത്തി മറ്റൊരു വസ്തുവുമായി റെസ്പെക്ട് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ അത്തരം വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഫറൻസ് ബോഡി അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. മലയാളത്തിൽ അവലംബ വസ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഫറൻസ് ബോഡി എന്ന് പറയും. ഇപ്പൊ എന്താ റെഫറൻസ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വസ്തുവിന്റെ ചലനാവസ്ഥ പറയുന്നതിന് നമ്മൾ ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കുന്നത്, ഏതൊരു വസ്തുവിനെയാണോ റെസ്പെക്ട് ചെയ്യുന്നത്, ദാറ്റ് ബോഡീസ് ആർ കാൾഡ് റെഫറൻസ് ബോഡി, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ഇത് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കാര്യങ്ങൾ. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. ഇതുമായി ബന്ധപ്പെട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി കൊണ്ടുവന്ന ആപേക്ഷിക സിദ്ധാന്തം. അത് ഈ ഒരു കാഴ്ചപ്പാടുമായി ഈ ഒരു കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്താണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന 2 കാര്യങ്ങളാണ് വെക്ടർ ക്വാണ്ടിറ്റിയും സ്കേലാർ ക്വാണ്ടിറ്റിയും. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം കൊച്ചു ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ സദിശ അളവുകൾ എന്ന് പറയും. വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി മലയാളത്തിൽ നമ്മൾ അതിനെ സദിശ അളവുകൾ എന്ന് പറയും. സിമ്പിൾ ആണ്. എ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് ഡിറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഡിറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ദിശ കാണും, അതുപോലെ തന്നെ എന്ത് കാണും, അളവും കാണും. ദിശയും അളവും ഉള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ 10 മീറ്റർ വടക്കോട്ട് നടക്കുന്നു എന്ന് പറയുന്നു. ആ 10 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അളവാണ്, മാഗ്നിറ്റ്യൂഡാണ്. ആ വടക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താണ്, ഡയറക്ഷൻ. അപ്പൊ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അത്തരം ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. അപ്പൊ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്തായാലും സ്കെയിലാർ, അതിന്റെ മലയാളമാണ് അദിശ അളവുകൾ. സ്കെയിലാർ ക്വാണ്ടിറ്റി ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ക്വാണ്ടിറ്റി ഹാവിംഗ് ഓൺലി എന്താ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അളവ് മാത്രമേ ഉള്ളൂ. അത്തരം ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്ത് പറയാം, സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ സമയം പറയുന്നു 2 മണി എന്ന് പറയുന്നു, അത് എന്ത് മാത്രമേ ഉള്ളൂ, ആ ഒരു അളവ് മാത്രമല്ലേ ഉള്ളൂ, ആ 2 എന്ന് പറയുന്ന അളവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്തരം ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റീസിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. വെക്ടർ ക്വാണ്ടിറ്റിയും ഉണ്ട്, സ്കെലാർ ക്വാണ്ടിറ്റിയും ഉണ്ട്. എ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഈസ് കാൾഡ് വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് എ ക്വാണ്ടിറ്റി ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഈസ് കാൾഡ് സ്കെലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 2 കോളം, ഒന്നാമത്തെ കോളത്തിൽ വെക്ടർ ക്വാണ്ടിറ്റി, രണ്ടാമത്തെ കോളത്തിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി. വെക്ടറിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോന്നും നമ്മൾ പഠിക്കേണ്ട ഡീറ്റെയിലായിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെയിറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സ്കെയിലാർ ക്വാണ്ടിറ്റി പറയുമ്പോൾ മാസ് വരും, ടൈം വരും, ഡിസ്റ്റൻസ് വരും. ഇവയെല്ലാം എന്താണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് വരും, കറണ്ട് വരും. ഇവയെല്ലാം എന്താണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളൊക്കെ ആണല്ലോ. ശരി, അടുത്തതായിട്ട് നമ്മുടെ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് തന്നെയാണ്, അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്?
എന്താണ് ദൂരം, എന്താണ് സ്ഥാനാന്തരം, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ 8ലും 9ലും ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ഒരു അഡ്വാൻസ് വെർഷൻ മാത്രം നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. എന്താണ് ദൂരം, എന്താണ് സ്ഥാനാന്തരം നോക്കാം നമുക്ക്. അപ്പൊ ദൂരം എന്ന് പറഞ്ഞാൽ ദൂരത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? നമ്മൾ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ ദി ടോട്ടൽ പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി ഡ്യൂറിംഗ് ദെയർ മോഷൻ. ഒരു വസ്തു ട്രാവൽ ചെയ്യുന്ന ആകെ പാത്ത് ലെങ്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്റ്റൻസ് എന്ന് പറയും. ഒരു വസ്തു സഞ്ചരിക്കുന്ന ആകെ പാതയുടെ നീളത്തിനെ, ആകെ പാത്തിന്റെ ലെങ്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എയിൽ നിന്നും ബിയിലേക്ക് പോകാം. നമുക്ക് എങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ പറ്റും? ഒരുപാട് വഴിയുണ്ടല്ലോ. ഇങ്ങനെ പോകാം, ഇങ്ങനെ എല്ലാം നമുക്ക് പോയിക്കൂടായോ? ഇവയെല്ലാം എന്ത് തന്നെയാണ്? ആ വസ്തു സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ്. ദ ടോട്ടൽ പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി ഈസ് കാൾഡ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഡിസ്റ്റൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഒരു വസ്തു സഞ്ചരിക്കുന്ന ആദ്യ സ്ഥാനവും അവസാന സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. അപ്പൊ നമ്മുടെ പടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കണം അല്ലെ? ഇങ്ങനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ പറ്റുമല്ലോ. എന്നാൽ ഏറ്റവും എളുപ്പം പോകാൻ പറ്റുന്ന വഴി ഏതാ? ഈ ദൂരമല്ലേ? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ള ദൂരം വെച്ചാൽ ഇതല്ലേ? ആ ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ്. മലയാളത്തിൽ സ്ഥാനാന്തരം എന്ന് പറയും. നേർരേഖാ ദൂരമാണ്. എപ്പോഴും നേർരേഖാ ദൂരമാണ് എന്തെന്ന് പറഞ്ഞാല് ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പൊ അവിടെ നമ്മൾ ഡയറക്ഷൻ പറയുന്നുണ്ട് അല്ലെ? ഒരു വസ്തു ആദ്യ സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്ക് വരുന്നു എന്ന ഡയറക്ഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് വരുന്നു എന്ന ഡയറക്ഷൻ നമ്മൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ ആ ക്വാണ്ടിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമ്മുടെ ഡിസ്റ്റൻസിന്റെ കൂട്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഞാൻ ട്രയാങ്കിൾ വരയ്ക്കുവാണ്. എ ബി സി. ഒരാൾ എയിൽ നിന്ന് സഞ്ചരിച്ചു, ബി വരെ 60 മീറ്റർ സഞ്ചരിച്ചു. ബിയിൽ നിന്ന് സി വരെ 40 മീറ്റർ സഞ്ചരിച്ചു. തിരിച്ച് സിയിൽ നിന്ന് എ വരെ 20 മീറ്റർ സഞ്ചരിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ അദ്ദേഹം എ മുതൽ സി വരെ സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ ദൂരം എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ് നമ്മളോട് ചോദിക്കുന്നത്. സഞ്ചരിച്ച എവിടം മുതൽ എവിടം വരെയാ? എ മുതൽ സി വരെയാണ് സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 60 + 40. എത്ര 60 + 40 എന്ന് പറഞ്ഞാല് 100 മീറ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദൂരമാണ്. അദ്ദേഹത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് നിൽക്കുന്ന സി അല്ലേ? തുടക്കം നിൽക്കുന്ന എ അല്ലേ? എ മുതൽ സി വരെയുള്ള ഏറ്റവും ഷോർട്ടുള്ള ദൂരം ഏതാണ്? 20 ആണ്. ആ 20 എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് എന്തെന്ന് പറഞ്ഞാല് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയും. ഞാൻ ഈ പൊസിഷനിൽ നിന്ന് അമേരിക്ക വരെ പോയി തിരിച്ചുവിടാൻ നിന്നാൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? 0 എന്ന് പറയാം. കാരണം എന്താ? നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നും നമ്മൾ അവസാനിച്ച ഇവിടെ തന്നെ അല്ലേ? അപ്പൊ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും നമ്മൾ ആ ഡിസ്റ്റൻസ് ഇവിടെ എന്തായി മാറി? 0 ആയിട്ട് മാറി. കാരണം നോക്കാം. നമ്മളൊരു സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യുവാണ്. സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. സർക്കിൾ എടുത്തു, കണ്ടല്ലോ. റേഡിയസ് 6 ഉള്ളൊരു സർക്കിൾ ആണ്. എ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, തിരിച്ച് കറങ്ങി എയിൽ തന്നെ നമ്മൾ പറഞ്ഞു. നമ്മളോട് ചോദിക്കുന്നു നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്ര? നമുക്ക് പറയാം ആൻസർ എന്താ? 0 കാര്യം എന്താ? നമ്മൾ എയിൽ തുടങ്ങി തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ വന്നു, എയിൽ തന്നെ വന്നു. അതുകൊണ്ട് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് അവിടെ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. നമ്മുടെ ഡിസ്റ്റൻസ് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് പറഞ്ഞാൽ മതി. ഈ സർക്കിളിന്റെ എന്ത് പറഞ്ഞാൽ മതി? ചുറ്റളവ് പറഞ്ഞാൽ മതി, പെരിമീറ്റർ പറഞ്ഞാൽ മതി. അത് എത്രയായിരിക്കും? 2πr ആയിരിക്കും. ആ 2πr എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്തെന്ന് വെച്ചാല് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ. അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഐഡിയ ഓക്കെ ആണെങ്കിൽ നമുക്ക് അവയെ കമ്പയർ ചെയ്യാം. എങ്ങനെയൊക്കെയാ? ഈ ഡിസ്റ്റൻസിനെയും ഈ ഡിസ്പ്ലേസ്മെന്റിനെയും നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പൊ 2 കോളം വരയ്ക്കും. ഒന്നാമത്തെ കോളത്തിൽ ഡിസ്റ്റൻസ് നോക്കാം, അടുത്ത രണ്ടാമത്തെ കോളത്തിൽ എന്ത് നോക്കാം? ഡിസ്പ്ലേസ്മെന്റ് നോക്കാം. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് 2 കോളം. ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആകത്തില്ല, പോസിറ്റീവ് ആകത്തേ ഉള്ളൂ അല്ലെ? ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്യത്തേ ഉള്ളൂ? കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത് ഒരിക്കലും 0 ആകത്തില്ല, നെഗറ്റീവ് മാത്രം. ഓൾവേസ് എന്താണത്? പോസിറ്റീവ് ആണ്. എന്നാ ഡിസ്പ്ലേസ്മെന്റ് 0 ആകാം. വസ്തു തുടങ്ങിയിടത്തിന് തിരിച്ചു വന്ന് എന്താവും? 0 ആവാം. തുടങ്ങിയിടത്തിനേക്കാൾ പുറകിൽ വന്നാൽ എന്താവാം? നെഗറ്റീവ് ആവാം, അല്ലെങ്കിലോ പോസിറ്റീവ് ആവും. 3 ആവാം. ഈ ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും യൂണിറ്റ് എന്ത് തന്നെ? രണ്ടിന്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് അപ്പൊ നമുക്ക് എന്ന് പറയാം യൂണിറ്റ് മീറ്റർ ആണ്.
ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്ത് തന്നെയാണ്? അതും യൂണിറ്റ് മീറ്റർ തന്നെയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും ഡിസ്റ്റൻസ് എന്തൊരു ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്തൊരു ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു കാര്യം, എല്ലാ ഡിസ്പ്ലേസ്മെന്റും എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഓൾ ഡിസ്പ്ലേസ്മെന്റ്സ് ആർ ഡിസ്റ്റൻസസ് ബട്ട് ഓൾ ഡിസ്റ്റൻസസ് ആർ നോട്ട് ഡിസ്പ്ലേസ്മെന്റ്. എല്ലാ ഡിസ്പ്ലേസ്മെന്റും എന്താണ്? ഡിസ്റ്റൻസ് ആണ്. എന്നാൽ എല്ലാ ഡിസ്റ്റൻസും എന്തല്ല? ഡിസ്പ്ലേസ്മെന്റ് അല്ല. ഓൺലി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മാത്രമേ എന്താവത്തുള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് ആവത്തുള്ളൂ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ ആണല്ലോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്ന സാധനമാണ് സ്പീഡ്. അതിന്റെ മലയാളമാണ് വേഗത. എന്താണ് സ്പീഡ് അല്ലെങ്കിൽ വേഗത നോക്കാം. സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരമാണ് സ്പീഡ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ യൂണിറ്റ് ടൈം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈം കൊണ്ട് ഒരു ബോഡി സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്പീഡ് എന്ന് പറയും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? സ്പീഡ് ഇസ് ഇക്വൽ ടു കണ്ട ഡിസ്റ്റൻസ് ബൈ ടൈം. ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി യൂണിറ്റ് ടൈം ആണ്. സ്പീഡ് ഇസ് ഇക്വൽ ടു എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ ആണല്ലോ. ദൂരം ബൈ സമയം. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തുവാ? മീറ്റർ ആണ്. കണ്ട ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. അപ്പോൾ സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ സ്പീഡ് എന്ന് പറയുന്ന സാധനം ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ഒരു അദിശ്യ അളവാണ്. സ്പീഡിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഒരു അദിശ്യ അളവ് എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് ആവറേജ് സ്പീഡ്. നമ്മൾ ആദ്യം സ്പീഡ് പറഞ്ഞു, രണ്ടാമത് പറയാൻ പോകുന്ന സാധനമാണ് ആവറേജ് സ്പീഡ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ബൈ നമ്പർ അല്ലേ? അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഒരു ബോഡി സഞ്ചരിക്കുന്ന ആകെ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. ഏതൊരു ബോഡി ആണെങ്കിലും ആ ബോഡി സഞ്ചരിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിന്റെ എളുപ്പവഴി, ഇപ്പൊ എൻട്രൻസ് ഓറിയന്റഡ് നമ്മൾ പഠിക്കുവാണെങ്കിൽ ആവറേജ് സ്പീഡ് കാണുന്ന എളുപ്പവഴിയുണ്ട്. ഇസിക്കൽ ടു ആവറേജ് സ്പീഡ് ഇസിക്കൽ ടു 2s1 s2 by s1 plus s2. ആവറേജ് സ്പീഡ് ഇസിക്കൽ ടു 2s1 s2 by s1 plus s2 ആണ്. s1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്പീഡ് അല്ലെങ്കിൽ ഒന്നാമത്തെ വേഗത. s2 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ വേഗതയാണ്. അപ്പൊ ആവറേജ് സ്പീഡ് എളുപ്പവഴി മനസ്സിലായല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. A car travels the first half of the distance at 60 km/h. A car travels first half of the distance. A car travels first half of the distance. A car travels first half of the distance at 60 km/h. And the next half at 40 km/h. And the next half at 40 km/h. Find the average speed of the car. Find the average speed of the car. മലയാളം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ ആദ്യ പകുതി ദൂരം 60 km/h വേഗതയിലും അടുത്ത പകുതി ദൂരം 40 km/h വേഗതയിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാറിന്റെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത കാണാം. എളുപ്പമാണ്. ഒരു കാർ എന്ത് ചെയ്തു? ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് 60 km/h വേഗതയിലും സെക്കൻഡ് ഹാഫ് 40 km/h വേഗതയിലും സഞ്ചരിച്ചാൽ കാറിന്റെ ശരാശരി വേഗത കാണാം. അപ്പൊ നമ്മുടെ എളുപ്പം ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ശരാശരി വേഗത ഇക്വേഷൻ എന്തുവാ? 2s1 s2 by എന്താ? s1 plus s2 അല്ലെ. ഒന്നാമത്തെ വേഗത s1 നമുക്ക് എങ്ങനെ എഴുതാം? 60 km/h ആണ്. രണ്ടാമത്തെ വേഗത s2 നമുക്ക് എങ്ങനെ എഴുതാം? 40 km/h ആണ്. ഇക്വേഷൻ കൊടുക്കാമല്ലോ. അപ്പൊ എന്ത് കിട്ടും? 2 × 60 × 40 60 plus 40 ചെയ്തു വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 48 km/h എന്നാണ്. 48 km/h നമുക്ക് ആൻസർ കിട്ടും. 2s1 s2 by എന്താണ്? s1 plus s2. അപ്പൊ 2 × 60 × 40 by എന്താണ്? 60 plus 40. ഇനി വേറെ രീതി ചെയ്യാം. ഇത്
അതായത് ഒരു കാർ ആദ്യ പകുതി ദൂരം 60 km/h വേഗതയിലല്ലേ. ഇപ്പൊ ഫസ്റ്റ് പകുതി കണ്ട നമ്മൾ അങ്ങ് എക്സ് ഒന്നും പറഞ്ഞു. എ ബി നമ്മൾ എങ്ങനെ എടുത്തു? എക്സ് എടുത്തു. അടുത്ത പകുതി സി കണ്ടോ, അത് എന്ത് തന്നെ ആയിരിക്കും? അപ്പോൾ എക്സ് തന്നെ ആയിരിക്കും. ആദ്യ പകുതി ദൂരം സഞ്ചരിച്ച വേഗത സ്പീഡ് എത്രയായിരുന്നു? 60 km/h ആണ്. രണ്ടാം പകുതി സഞ്ചരിച്ച വേഗത അതെത്രയായിരുന്നു? 40 km/h ആണ്. ഓക്കെ ആണോ? അപ്പൊ നമുക്കറിയാം ആവറേജ് സ്പീഡ് ആണ് ഇക്വേഷൻ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം നമ്മൾ അങ്ങ് എഴുതി വെക്കും. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ശരാശരി വേഗത. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ടോട്ടൽ ഡിസ്റ്റൻസ്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? ആദ്യ പകുതി ദൂരം എക്സ് ദൂരമല്ലേ, രണ്ടാം പകുതിയും എക്സ് അല്ലയോ. അപ്പൊ ആദ്യ ദൂരം എന്താ? എക്സ് എ അധികം എക്സ്. എക്സ് എ അധികം എക്സ് എന്താ? 2x ആണ്. അപ്പൊ നമുക്ക് എഴുതാം 2xa ബൈ. ഓക്കെ, ടോട്ടൽ ടൈം നമുക്കറിയത്തില്ല. സമയം കാണാൻ എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ? നോക്കിക്കോണം. ഈ ഒരു ട്രയാങ്കിൾ എപ്പോഴും അറിഞ്ഞിരിക്കുക. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് കൊടുക്കും. ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ സ്പീഡ് കൊടുക്കും. ഇവിടെ നമ്മൾ ടൈം കൊടുക്കും. കണ്ടോ, നമുക്ക് എന്താണ് വേണ്ടത് അത് മറക്കുക. നമുക്ക് ഡിസ്റ്റൻസ് വേണം. സ്പീഡ് ഇൻറ്റു ടൈം നമുക്ക് ഇങ്ങോട്ട് എഴുതിയിടാം. ഡിസ്റ്റൻസ് ഈസ് ഇക്വൽ ടു സ്പീഡിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ടൈം കൊണ്ട് ഗുണിക്കുമ്പോൾ ഡിസ്റ്റൻസ് കിട്ടും. രണ്ടാമത്തെ എന്തുവാ? സ്പീഡ് കാണുക. സ്പീഡ് അങ്ങ് മറക്കുക. ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. മൂന്നാമത്തെ ടൈം കാണുക. ടൈം ഈസ് ഇക്വൽ ടു എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ബൈ എന്താണ്? സ്പീഡ്. കണ്ടോ, 3 ഇക്വേഷൻ കണ്ടോ? ഈ 3 ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അതായത് ട്രയാങ്കിളിൽ നിന്നാണ് നമുക്ക് ആ 3 ഇക്വേഷൻ കിട്ടിയത്. നമുക്ക് കാണേണ്ടത് ആവറേജ് സ്പീഡ് ഈസ് ഇക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ടൈം കാണാൻ ഒന്നാമത് സഞ്ചരിച്ച വേഗത അല്ലെ ആദ്യ പകുതി ദൂരം സഞ്ചരിച്ച വേഗത 60 ആണ്. ദൂരം എക്സ് ആണ്. ടൈം എന്താ? ദൂരം ബൈ വേഗത. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് ബൈ 60. കണ്ടോ, അതുപോലെ അടുത്ത് എങ്ങനെ എഴുതാം? സഞ്ചരിച്ച ഡിസ്റ്റൻസ് എക്സ്, അതിന്റെ സ്പീഡ് 40. അപ്പൊ അതിന്റെ വേഗത എന്താ? എക്സ് ബൈ 40. ഒരു പറയുക സ്പീഡ് കാണുക. അറിയാലോ, സ്പീഡ് അറിയാലോ. അതുപോലെ ഡിസ്റ്റൻസ് അറിയാലോ. ടൈം കാണുന്നത് എന്താ? ഡിസ്റ്റൻസ് ബൈ എന്താ? സ്പീഡാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2xa ബൈ എക്സ് ബൈ 60 എഴുതി എക്സ് ബൈ 40 അല്ലെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. 40xa അധികം 60xa ബൈ 40 × 60 2400. എന്ത് ചെയ്യാം? നോക്ക്, 2x അതുപോലെ അടപ്പുണ്ട്. 40x അധികം 60x എന്ന് വെച്ച് കഴിഞ്ഞാൽ 100x ആണ്. ബൈ 2400. കണ്ടോ, എക്സും എക്സും വെട്ടിക്കളയാലോ. ഇതും വെട്ടാലോ. 26 മോളിൽ പോകും. ആൻസർ എന്ത് കിട്ടി? 48 km/h കിട്ടി. അപ്പൊ നേരത്തെ കൂട്ടുതന്നെ നമുക്ക് കിട്ടി. നേരത്തെ നമ്മൾ എളുപ്പവഴി നമുക്ക് എന്ത് കിട്ടി? 48 km/h കിട്ടി. ഇവിടെ നമ്മൾ കറക്റ്റ് സ്റ്റെപ്പ് പോയി. അപ്പൊ നിങ്ങൾ അറിയേണ്ട എപ്പോഴും എന്താണ്? ഡിസ്റ്റൻസ് കാണിക്കേഷൻ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് കാണിക്കേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം കാണിക്കേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ. മോഷൻ പറഞ്ഞു, റെസ്റ്റ് പറഞ്ഞു, ഫ്രെയിം ഓഫ് റെഫറൻസിലെ റെഫറൻസ് ബോഡി പറഞ്ഞു, ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പറഞ്ഞു, സ്പീഡ് പറഞ്ഞു, ആവറേജ് സ്പീഡ് പറഞ്ഞു. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഇനി വീട് വിദ്യാലയം 5 മുതൽ +2 വരെയുള്ള ഓൺലൈൻ ക്ലാസുകൾക്കായി ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യും.